ഹലോ, ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിൽ നിങ്ങളും ഭാഗമായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നാം കേൾക്കുന്ന വാർത്തകളെല്ലാം കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. നമുക്കറിയാമത് വളരെ മൃഗീയവും പൈശാചികവുമായുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് എന്തുപറ്റി? കാലാവസ്ഥ മാറുന്നത് പോലെ 2025 എന്ന പുതുവർഷത്തിലേക്ക് കയറിയപ്പോഴത്തേക്കും ചില വ്യത്യാസങ്ങൾ നമ്മുടെ നാടിൻ്റെ മേൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിവരിക്കുവാൻ വേണ്ടിയൊന്നുമല്ല ഇന്ന് വീഡിയോ ഇടുന്നത്. പകരം ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ നാടിന് വേണ്ടി. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നാടായ കേരളത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ദിവസങ്ങളിൽ കേട്ട വാർത്തകളൊന്നും നമുക്ക് ആശ്വാസം തരുന്നതോ പ്രതീക്ഷ തരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ പെയിൻഫുള്ളായ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. കർത്താവേ, അതെല്ലാം അവസാനിക്കട്ടെ. വീണ്ടും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സമൃദ്ധിയുമെല്ലാം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിന് യോജ്യമായ വിധത്തിൽ തന്നെ നമ്മുടെ നാട് മാറട്ടെ. കർത്താവേ, എല്ലാ കൊലപാതകത്തിൻ്റെയും പീഡനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ആത്മാക്കളെ സ്പിരിറ്റിനെല്ലാം ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നു മുതൽ അതിനൊരു അവസാനമുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി നന്ദി. അങ്ങയുടെ മറുപടി അങ്ങ് അയച്ചതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ നാടിൻ്റെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, സകലരുടെ മേലും അങ്ങയുടെ സമാധാനം, സ്വസ്ഥത, ആശ്വാസം, സ്നേഹമെല്ലാം യഥാസ്ഥാനപ്പെട്ടിട്ട് റെസ്റ്റോർ ആകട്ടെ. അങ്ങനെ ചെയ്തതിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ നാട്, ആ നാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ, വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരട്ടെ. ഗോഡ് ബ്ലെസ് യു.